അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരങ്ങളെ, വളരെ ചിന്താർഹമായ ഒരു കാര്യം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പല വീഡിയോകളിലും തെരീക്കത്തിനെ പറ്റിയും എന്നതുപോലെ തന്നെ പുത്തനാശയക്കാരെ പറ്റിയും വിമർശിച്ചൊക്കെ ചില സമയത്ത് വീഡിയോ ഇറക്കാറുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ വന്ന് ഓരോരുത്തർ ചിലർ നല്ല കമൻ്റ് ഇടുന്നെങ്കിൽ ഭൂരിഭാഗവും മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് എന്നെ തേജോപതം ചെയ്യാറുണ്ട്. അതിനെനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം ഞാനുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയും. അതിന് കാര്യം പേടിക്കേണ്ടതില്ല. ഒരു തരീക്കത്തിൻ്റെ ആൾക്കാരെയും എനിക്ക് പേടിക്കേണ്ടതില്ല, ഒരു സംഘടനയെയും പേടിക്കേണ്ടതില്ല. എന്തെന്ന് വെച്ചാൽ ഞാനിവിടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇവിടെ പൊതുവിൽ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുമെന്ന് എനിക്കറിയാം. ഈ സംഘടനാ പക്ഷപാതിത്വം ഉള്ളവരും കഠിനമായ തരീക്കത്ത് വിരോധികളും അല്ലാത്തവരൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ ഇന്നേ വരെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളൊക്കെ തെറ്റിലാണെന്നും അവരൊക്കെ പയച്ചവരാണെന്നും അവരുടെ തരീക്കത്ത് അംഗീകരിക്കാത്തവരാണെന്നും അതുകൊണ്ടൊക്കെ അവർ പയച്ചു പോയി എന്നും വിശ്വസിക്കുന്ന ഒരു ഏറ്റവും മണ്ടനായ ഒരാളല്ല ഞാൻ. നിങ്ങളും അങ്ങനെ ആകരുത്. ഇവിടെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. ഈ കോടിക്കണക്കിനുള്ള മുസ്ലിമീങ്ങൾ ഇവിടെ അനുവർത്തിച്ചു പോരുന്ന കാര്യങ്ങൾ അവരിവിടെ പഠിച്ചത് ഗുരുമുഖത്ത് നിന്ന് പഠിച്ചതാണ്. അവർക്ക് ഖുർആനൊന്നും ഹദീസൊന്നും നേരിട്ട് നിയമങ്ങൾ കണ്ടുപിടിക്കാൻ അങ്ങനെ അവർക്ക് കഴിഞ്ഞോളണമെന്നില്ല. കാരണം എന്താണ്, റസൂലുള്ളാഹിൻ്റെ കാലത്തുള്ള ആ ജനതയേക്കാൾ ഏറ്റവും മഹത്തുള്ളത് ഈ സമൂഹത്തിനാണെന്ന്. അവർ സഹാബാക്കളായിരിക്കാം, മഹാന്മാരായിരിക്കാം, ഉന്നതന്മാരായിരിക്കാം. നമ്മൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, സഹാബത്തിനെ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. നമ്മളാ കേട്ട് വിശ്വസിച്ച നമ്മളെ ഈമാൻ അത് പരിപൂർണമാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. എന്നാൽ നമ്മളെ ഗുരുമുഖത്ത് നിന്ന് കേട്ടത് അതൊക്കെ തെറ്റാണെന്നും ഇതൊന്നും അല്ല വിശ്വാസം, ഇതൊന്നും പോരാ, പിന്നെന്ത് വേണം, ഒരു പുതിയ തെരീക്കത്ത് അംഗീകരിക്കണം. അപ്പോൾ നമ്മൾ ഉസ്താദുമാർക്ക് തെരീക്കത്ത് എനിക്കുള്ള തെരീക്കത്ത് എൻ്റെ ഉസ്താദിൻ്റെ ആണ്, എൻ്റെ ഉസ്താദിൻ്റെ സിൽസില റസൂലുള്ളാഹിലേക്ക് എത്തുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അത് പോരാ. ഇപ്പം ഏതെങ്കിലും ഒരാൾക്കാർ കണ്ട അവിടെ ഇവിടെയും എന്താണ് ഇറങ്ങിയിട്ട് കുറച്ച് ദിക്റും ചെല്ല് പുറപുറവല്ലേ നിൽക്കണ പോലെ അംഗീകരിക്കണമെന്നോ? എവിടെ എത്തിയവരൊക്കെ? ഞാനിങ്ങനെ പറയാൻ കാരണേ, ഈ ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്, അത് മാത്രമല്ല ഓരോ തെരുവിൽ വന്നുകൊണ്ട് പ്രസംഗം ഉണ്ടാക്കിയാണ്ട് പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ വയലിളക്കാൻ പോയിട്ടില്ലേ, ആ ഇൽമ പഠിക്കാൻ വേണ്ടി അവിടെ പോയി വന്നാൽ ആ സദസ്സിൽ വന്നാൽ നമ്മളെ കണ്ണിന്ന് കണ്ണുനീര് വരും. എൻ്റെയൊക്കെ കണ്ണിന്ന് കണ്ണീര് വന്നിട്ടുണ്ട്. ഹക്ക് യഥാർത്ഥം പറയാണ്. കാരണം എന്താണ്, അവിടെ ആ സദസ്സിൽ ചെന്നാൽ ഇഖ്ലാസ് ഉണ്ടാകുന്ന വല്ല പറയാം, മറ്റുള്ളവരെ നിരാശപ്പെടുത്തുന്ന വല്ലല്ല പറയാം. അപ്പോൾ ഈ അവസ്ഥയിൽ അവരെ എന്ത് ചെയ്യുക, നമ്മൾ പിന്തുടർന്ന് ജീവിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യണത്, നമ്മൾ നല്ലതും ചീത്തയും ഇന്നതാണെന്ന് തിരിച്ചറിയുന്ന ആളുകളായത്. ഒരു തെരീക്കത്തും അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമ്മളിവിടെ ഇനിയിപ്പോൾ ഇവിടെ വരുന്ന ഇപ്പോൾ ഇവിടെ CM-ൻ്റെ പേരിലാണല്ലോ ഇവിടെ ഇല്ലാത്ത നുണകളും കളവുകളും പുരാതികളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. CM-ആണ് ലോകം നിയന്ത്രിക്കുന്നത്, മറ്റേ നിയന്ത്രിക്കുന്നത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മൾ ഉസ്താദ്മാർ എന്ത് ഗുരുമുഖത്തിൽ എന്ത് പറഞ്ഞ് പഠിപ്പിച്ചെന്ന് അത് നമ്മൾ അംഗീകരിക്കുക. പുതിയ തെരീക്കത്തിലൂടെ പോകരുത്. ഞാനിപ്പം വിശ്വസിക്കുന്ന CM എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിട്ട് തന്നെയല്ല, ലോകത്തുണ്ടായില്ല. ഞാൻ പറയണത് CM വലിയുള്ള ഒരാളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാഫിറാകൊന്നുമില്ല. ഒരു സത്യത്തിനെ നിഷേധിച്ചെന്നേ വരുള്ളൂ. നേരെ മറിച്ച് റസൂലുള്ള ഇല്ല, സഹാബത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമ്മുടെ വിശ്വാസമായ കാര്യത്തിനോട് ബന്ധിച്ച് ചിലപ്പം കുഫറും രിദ്ദത്തൊക്കെ വരും. ഇതൊക്കെ പഠിച്ച് ഈ മനസ്സിലാക്കുന്ന ആളുകളാണ് ഇവിടുത്തെ സാധാരണക്കാർ പോലെ. അപ്പം ഇങ്ങനത്തെ അവനാൻ്റെ ഇബാദത്തും നിസ്കാരം നോമ്പായിട്ട് നടക്കുന്ന ആൾക്കാരെ വസ്വാസ് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ എനിക്കൊരു കമൻറ്റിൽ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഉസ്താദ്മാരെ തെറി പറയരുത് എന്ന്. അപ്പോൾ അതൊരു സമസ്തക്കാരനായിട്ട് അഭിനയിച്ച്, സമസ്തക്കാരനായിട്ട് അഭിനയിച്ച് ആ തെരീക്കത്തിൻ്റെ ആൾ പറയാണ്, അവർ ഉസ്താദ്മാർ അവർ പറഞ്ഞില്ലായിരുന്നോ, അതുകൊണ്ട് ഇവർ അതിന് പകരം പറയാണെന്ന്. ഇവിടെ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ ദീനിൻ്റെ ആവിർഭാവം മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. അത് കിബിലത്തർക്കം എന്ന് പറഞ്ഞാൽ വലിയ തർക്കങ്ങളുടെ കേരളത്തിൽ നടന്നു പോയിട്ടുണ്ട്.
ഒരു വിഭാഗത്തിൻ്റെ ഈ അഭിപ്രായം മാനിച്ച് പള്ളികൾ വരെ എടുത്ത കിബിലൻ്റെ ജിഹത്തിലേക്ക് തിരിയണോ അയനിലേക്ക് തിരിയണോ എന്ന് പറഞ്ഞ സംവാദം നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം മാനിച്ച് എടുത്ത പള്ളി പൊളിച്ച് നേരാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ പലതും ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നടന്ന കാലത്ത് പോലും പരസ്പരം അങ്ങോട്ടും വിരോധം വെക്കാതെ എല്ലാവരും സ്നേഹിച്ച് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറിയിരുന്ന ഇങ്ങോട്ടും കാപ്പറാക്കാതെ മുർത്തതാക്കാതെ ജീവിച്ചൊരു കാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മളങ്ങനല്ല, ഈ കാലത്തിൽ അങ്ങനെയല്ല. ഹജ്ജത്തുൽ വിദാഇൻ്റെ അന്ന് റസൂലുള്ള അവിടുന്ന് കാര്യമായിട്ട് പറഞ്ഞത് എന്താണ്? നിങ്ങളൊരു മുഅ്മിനിൻ്റെ അഭിമാനം പറിച്ചു ചീന്താൻ പാടില്ല. അവൻ്റെ രക്തവും അവൻ്റെ മാംസവും അവൻ്റെ അഭിമാനവും ഒക്കെ നിങ്ങൾക്ക് ഹറാമാണ്. ഈ ദിവസം ഹറാമായതുപോലെ, ഈ ദിവസത്തിനെ മുഹരിമാക്കിയതുപോലെ. അപ്പോൾ ഒരാളെയും നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല, നിന്യമാക്കാൻ പാടില്ല. ഒരു ഭാഗത്ത് മുസ്ലിമിന് വർഗീയമായിട്ടുള്ള എതിർപ്പുകൾ, മറുഭാഗത്ത് യുക്തിവാദികളുടേത്. ഇങ്ങനെ എല്ലാ എതിർപ്പുകളും ഇവിടെ തരണം ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ നേരെ ഇവിടെ അവനാൻ്റെ ഇബാദത്തും അവൻ്റെ സോലുമായിട്ട് നടക്കുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് എന്താണ് ഓൻ മുശ്രിക്കാണ്, അല്ലെങ്കിൽ ഓന് തെരീക്കത്ത് അംഗീകരിക്കണില്ല, ഓന് പെച്ചതാണ് പറഞ്ഞ് നടക്കാൻ ഇവന് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഓല് സ്വർഗത്തേക്ക് ടിക്കറ്റും കൊടുത്തെടുത്താതിരി അപ്പോൾ ഈ പറയണത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെപ്പറ്റി ആരെങ്കിലും വിമർശിച്ചാൽ നേരിട്ട് എന്താണ് വിളിച്ചിട്ട് തെറി പറയാം. ആശയത്തിന് ആശയം കൊണ്ട് നേരിടാൻ പറയാത്തത് കൊണ്ടാണ് തെറി പറയുന്നത്. നായൻ്റെ മോനെ എന്നൊക്കെയാണ് പറയുന്നത് ഓരോരുത്തർ വിളിച്ചിട്ട്. ഇതൊക്കെ പറയുന്നത് അവരതിൻ്റെ ആൾക്കാരായിട്ടാണ്, ഈ പറയുന്ന ആളുകൾ അതിൻ്റെ ആൾക്കാരായിട്ടാണ്. എന്നാൽ ഇതാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നമ്മളൊക്കെ ഇന്ന് എന്നോട് തന്നെ ചിലർ ചോദിക്കുകയാണ് ഇങ്ങനെ പറയുന്നത്, എനിക്ക് മരിച്ചു പോകണം എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണാം, എല്ലാവരും ഒരുപോലെയാണ്. അൽ മുസ്ലിമുലിൽ മുസ്ലിമി കൽബുന്യാൻ, അൽ മുഅ്മിനുലിൽ മുഅ്മിനി കൽബുന്യാൻ. ഒരു ബിൽഡിങ്ങിലെ എടുപ്പ് പോലെയാണ് ഞാൻ പഠിച്ചത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നാണ് പഠിപ്പിച്ചത്. എന്തൊക്കെ ഈ കഅബത്തിനെ ബഹുമാനപ്പെട്ട മൗലാന ഉസ്താദ് അവർകൾ, നജീബ് ഉസ്താദ് ഒരിക്കൽ ഈ ഇങ്ങനെയുള്ള ഒരു വിമർശന സമയത്തുള്ള ഒരു പ്രസംഗം ഞാൻ ഇന്നും ഓർക്കുകയാണ്. കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് നബി പറഞ്ഞത് ഇട്ട് ഹജ്ജത്തുൽ വിദായിലുള്ള പ്രസംഗത്തിൽ കഅബയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കഅബ നീ എത്ര മനോഹരം, നിൻ്റെ മനോഹരം എത്ര മഹത്വമായത്, നീ എത്ര സുഗന്ധം, നിൻ്റെ സുഗന്ധം എത്ര നല്ല സുഗന്ധമാണ് നിൻ്റെത്. എന്നാൽ നിന്നെക്കാൾ ഈ ഒരു മുഅ്മിനിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠത അല്ലട്ടോ എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു എന്ന് മൂപ്പര് പ്രസംഗിക്കുന്നത് ഒരു ഈ വിമർശനത്തിലുള്ള ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു പ്രസംഗത്തിൽ മുമ്പ് കച്ചറുണ്ടായ സമയത്ത് പ്രസംഗിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുക. ഇതാണ് പണ്ഡിതന്മാർ, ഇങ്ങനെയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചവിടെ. അപ്പോൾ ഇതാണ് സംഘടനേൻ്റെ ആൾക്കാർ, ഏത് സംഘടനയാവട്ടെ, സമസ്തയാവട്ടെ സമസ്ഥാനയാവട്ടെ ഒക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ റസൂലുള്ളാഹിയിലേക്ക് ഇങ്ങനെ എത്തുന്ന ആ നേർവഴിയാണ് പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ശാഖപരമായ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. നേരെ മറിച്ച് ഇത് തെരീക്കത്തിൻ്റെ ആൾക്കാർ വന്ന് അവർ തെരീക്കത്ത് അംഗീകരിച്ചില്ലെങ്കിൽ ഓൻ മുസ്ലിം അല്ല, ഓൻ ഈമാൻ കിട്ടൂല, ഈമാൻ കിട്ടാതെ മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനുഷ്യന്മാരെ ബേജാറിലാക്കിയിട്ട് എന്താണ് പറയുക, ഇവിടെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരെ എന്താണ് അതിൽ നിന്ന് മടക്കിയിട്ട് യുക്തിവാദത്തിലേക്കും വർഗീയവാദത്തിലേക്കും വഹാബിസത്തിലേക്കും തിരിക്കുന്ന ഈ കുരുവട്ടൂരികളും ഇങ്ങനത്തെ ശൈത്താന്മാരൊക്കെ കരുതിയിരിക്കണം. നമ്മുടെ ഉസ്താദുമാർ, നമ്മളെ സിൽസില, നമ്മൾ ഏത് സംഘടനയിലാണ് അതിൽ നിന്നിട്ട് ഉസ്താദുമാരിലൂടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലൂടെ സുന്നിയിലൂടെ ഏത് സംഘടനയാവട്ടെ അതിലൂടെ എന്താണ് നമ്മൾ ജീവിക്കുക, എന്നാലേ നമുക്ക് മെച്ചമുണ്ടാവുള്ളൂ. അല്ലാത്തത് വരും ഈ പറയുന്ന ആൾക്കാർ ഇവിടെ സമസ്തനെ അംഗീകരിക്കുന്നുണ്ടോ? ശംസുലുലമൻ്റെ ആൾ പറഞ്ഞ് ഫോട്ടം വെക്കാൻ ഇവർ ശംസുലുലമൻ്റെ ആളായിട്ട് ഇവർ സമസ്തയിലാണുള്ളത്. ഇവർ വേറെ തെരീക്കത്തുണ്ടാക്കി, എന്നാൽ ശംസുലുലമൊക്കെ ഗുരുവട്ടൂരി തെരീക്കത്തിന് അംഗീകരിക്കണം എന്നാണ് ഇവർ പറയണത്. അപ്പോൾ ഇത് പറയുമ്പോഴാണ് പറയണത് അവർ ഉസ്താദുമാരെ മറ്റുള്ള ഒരു ഉസ്താദ് കുറ്റം പറഞ്ഞതൊന്നും. അപ്പോൾ അതിലിപ്പം പറ്റിയില്ല, ഇവനല്ല ആദ്യം തുടങ്ങിയത്. ഇവനൊക്കെ പറഞ്ഞ തെറികൾക്ക് കയ്യും കണക്കുണ്ട് ഈ കുരുവട്ടൂരിയൊക്കെ. ഇപ്പം എന്നിട്ട് അതിന് തോപ ചെയ്യാൻ കവറിങ് എന്നിട്ട് കാര്യമുണ്ട്. അതുപോലെ എപ്പിനെ കുറേ തെറി പറഞ്ഞിട്ട് എപി മരിച്ചിട്ട് എപ്പിൻ്റെ കവറിങ് എന്നിട്ട് കാര്യമുണ്ട്. നേരിട്ട് പൊരുത്തപ്പെടിക്കണ്ടേ? ഇതിനൊക്കെയുള്ള അവസരമല്ല ഇപ്പം നിൽക്കണത്. നാളെ ഇവിടെ ഇരിക്കുന്നു പൊരുത്തപ്പെടിക്കുക എന്നുള്ളവർക്ക് ചിന്തിച്ചാൽ നാളെ നമ്മൾ ഈ നേരം കബറിലല്ലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെ ഈ കണക്കിലെടുത്ത് നമ്മളെ ശരീരം സൂക്ഷിക്കുക. നമ്മളെ അഹലുകാരെ അംഫുസക്കും വാഹലിക്കും നാറ എന്ന ആ സിദ്ധാന്തത്തോടു കൂടെ നമ്മളെ അഹലുകാരെയും നമ്മളെ കുടുംബക്കാരെയും നരകത്തിനെ സൂക്ഷിക്കുക. അള്ളാഹ് കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും. നമ്മൾക്ക് ഈ നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പരയിലൂടെ റസൂലുള്ളാഹിയിലേക്ക് എത്തുകയും നബിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഖുലഫാവുകളെയും ഇമാമിയങ്ങളെയും ഔലിയാക്കളെയും എല്ലാവരും ഇഷ്ടപ്പെട്ട്
അവരുടെ മദ്ഹ് ചൊല്ലുന്ന ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ എടുക്കുന്ന സമയത്ത് പുന്നാർ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിൻ്റെ മേൽ ധാരാളം സലാത്ത് ശേഖല്ലാത്ത സമയത്ത് ധാരാളം സലാത്ത് ചൊല്ലാനാണ് നമ്മളൊക്കെ പഠിപ്പിച്ചത്. അപ്പം ധാരാളം സലാത്ത് ചൊല്ലി ഈ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടക്കുക. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നബിയെ തങ്ങൾ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നോട് പിൻപറ്റുക, എന്നാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളോട് നിങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെടും എന്ന നിലക്ക് നബിയെ പിൻപറ്റി ജീവിച്ചാൽ അള്ളാഹ് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ അള്ളാഹിൻ്റെ ഇഷ്ടക്കാരായി നല്ല നിലക്ക് പുഞ്ചിരിച്ച് കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.